ഇവിടെ കുഴി നോക്കിയിരിക്കുന്നുണ്ടല്ലോ, എന്താണ് പോയി ചോദിച്ചോളൂ. ഇവിടെ നമ്മുടെ നോമ്പ് തുറക്കണ ശരിക്കും വീഡിയോ ആയിരുന്നു ഇന്ന്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ നോമ്പാണ്, ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്കണ വീഡിയോ ആണ് നമ്മളിന്ന് പിന്നെ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ എനിക്ക് കൂടെ ചെറിയൊരു പണിയുണ്ടായിരുന്നു, നോമ്പുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നടക്കൂല. കാരണം വേറൊന്നുമില്ല, കുഴിയെടുത്തേക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുന്നേ ആയിട്ട്, 2 ദിവസം ഇന്നലെ പോയിട്ട് ഒരു ആടലോടകത്തിൻ്റെ ഒരു കമ്പും പിന്നെ കരിനെച്ചി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ 2 ഔഷധ ചെടിയാണോട്ട് 2 കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സാധനം ഇന്നായപ്പോൾ തന്നെ ഏകദേശം അത് കുറച്ച് വാടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു സ്ഥലം നടാൻ വേണ്ടിയിട്ട് കുഴി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ആടലോടകം നടാനുള്ള കുഴി എടുത്തിട്ടുണ്ട്. ഇനി കരിനെച്ചി നടാനുള്ള കൂടെ നടണം. കാരണം ആടലോടകം എല്ലായിടത്തും ഒരേ പേരാവും, കരിനെച്ചി ഇനി പലയിടത്തും ഏത് പേരാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് തന്നെ നട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഔഷധ ചെടികളൊക്കെ വീട്ടിലുള്ളത് നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനങ്ങനെ കിട്ടാതിരുന്നൊരു സ്ഥലത്ത് നിന്ന് ഒപ്പിച്ച് മൂത്തമാരെ വീട്ടിൽ നിന്ന് ഒപ്പിച്ചിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അത് രണ്ടൊന്നും നടാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ വിചാരിച്ചു, ബാങ്ക് കാര്യങ്ങളൊക്കെ സമയമാവുമല്ലോ, മരുവിൻ്റെ നേരം. അപ്പോൾ ഏകദേശം ഒരു 5:30, 5:45, 6 മണി ടൈം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് നടാം. ഉമ്മാൻ്റെ അവിടെ പണികളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഉമ്മ എന്തൊക്കെയോ പഴംപൊരിക്കോ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആടലോടകത്തിൻ്റെ കമ്പ്. ഇത് കരിനെച്ചി, ഇതാണ് സാധനം. നോക്കി നോക്കി, നിങ്ങളുടെ നാട്ടിൽ ഇതിന് കരിനെച്ചി എന്ന് തന്നെയാണോ പറയണത് എന്ന് നോക്കി നോക്ക്. ഇത് രണ്ടുമാണ് സാധനം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, ആടലോടകത്തിന് ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു ഈ സാധനം, ചീത്ത കരിഞ്ഞു പോകാതിരിക്കണം. കാരണം അമ്മാതിരി ചൂടല്ലേ. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. ഈ സാധനം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇവിടെ നട്ടു വെക്കാം. ആടലോടകം ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി നട്ടുവാം. ഒന്ന് നട്ടു വെക്കാം. ഒരു സാധനം ഉണ്ട് ഗേസ്, ഇവിടെ ഫുള്ള് കാണിക്കാൻ പറ്റില്ല, ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. മഴയത്ത് കൊണ്ട് വയ്ക്കാം. രണ്ടും ഒരു മൂട്ടി വെച്ചാൽ മതിയേക്കളെ. ഇനി അതും കിടന്ന് കുത്തി കുഴിക്കാൻ പാടല്ലേ. സമയത്ത് തന്നെ പോയി പൊടിക്കട്ടെ. ഇനി അല്ലെങ്കിൽ വീണ്ടും ഇനി വീണ്ടും 2 കുഴി എടുക്കണം. ചാണകപ്പൊടിയൊന്നുമില്ല, പൊടിക്കണം നോക്കട്ടെ. ഇത് നമ്മുടെ അവിടെയൊക്കെ റോട്ടിലുണ്ടാവില്ല, ആടലോടെ കൂടി ഫുള്ള് റോട്ടിൽ കൂടെ ഉണ്ട്, തൊടുകൂടി റോട്ടിൽ കൂടെ ഒക്കെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. അമ്മക്ക് പക്ഷെ അറിഞ്ഞൂടാ. പോണ വഴി ഇപ്പൊ മൊത്തം എരിക്കുണ്ട്. റൂം തുറന്നു കണ്ടോ, ഇങ്ങനെയാണ് നടുക. അറിയ പിന്നെ പിന്നെ ഉരിഞ്ഞു പോണ, ഇറങ്ങി പോണ തൈ നടാൻ പോണ. ഇനി മണ്ണ് കണ്ടപ്പോ അപ്പീസേ തൈ നടാൻ പോണേ. അപ്പൊ ഇത് എന്നാണ് നട്ടതെന്ന് ഓർമ്മ ഇരിക്കട്ടെ. നോമ്പ് 1 നമ്മള് മറന്നാലും വീഡിയോയില് കിടക്കും. പിന്നെ അപ്പുകുട്ടോ നോമ്പുറക്കുള്ള പഴം പൊരിച്ച് വെച്ച് കഞ്ഞി വേവിച്ച് വെച്ചേക്കണം. അതിൽ അരച്ചൊഴിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഈത്തപ്പഴവും കഴിച്ച് നോമ്പ് തുറന്ന് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ ചായ ഉണ്ടെങ്കിലും കരി നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് കഞ്ഞി കഴിക്കാൻ. പഴംപൊരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വടയും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി നോമ്പ് കുറിക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയാണ് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തുറയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനത്തെ കുറച്ച് മുന്നേ പോയി ഒന്ന് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ റെഡിയാക്കി വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ മഗ്‌രിബ് ബാങ്കിന് നേരെ ആയിട്ടുണ്ട്. ബാങ്ക് ഫോണിൽ കേൾക്കുന്നുണ്ട് ബാങ്ക്, പക്ഷേ ഉമ്മച്ചിമാനെന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പള്ളി അടുത്തില്ലാത്ത കാരണം കൊണ്ട് നമുക്കിവിടെ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഉമ്മയുടെ വീട് പള്ളീനെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ അവിടെ നമ്മൾ വിളിച്ചു വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഉമ്മാനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ അത് ഇവിടെ റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെ ഞാൻ കുറച്ച് മുന്നേ പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഫ്രൂട്ട്സ് ഇവിടെ അതേ തണ്ണിമത്തനുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, പഴംപൊരി നമ്മുടെ വീട്ടിൽ പൊരിച്ചു, പിന്നെ നാരങ്ങ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്കിന് കുറച്ച് നേരം കൂടി ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ബാങ്കിന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇരിക്കി. നമ്മൾ എല്ലാവരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കണ സമയത്ത് പിന്നെന്ത് ചെയ്യും, നമ്മളെല്ലാ സാധനങ്ങളും ആദ്യം ആ ഫാൻ ജസ്റ്റ് ഓഫ് ചെയ്യാം. നമ്മൾ നോമ്പ് തുറക്കണ നേരത്തെ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പിന്നീട് ഒരു ഈത്തപ്പഴം എന്തെങ്കിലും കഴിച്ചിട്ട് എണ്ണക്കടികൾ നമ്മൾ കൂടുതൽ കഴിക്കും. അങ്ങനെ കഴിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിരുന്നിട്ട് ഓൾറെഡി നമ്മുടെ കുടലൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമാകും. അപ്പോൾ ഈ എണ്ണപ്പലഹാരങ്ങൾ ഇങ്ങനെ നമ്മൾ അധികം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ, വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഈ എണ്ണപ്പലഹാരങ്ങൾ ഇങ്ങനെ അധികം വല്ലാതെ കഴിക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ചക്കരെ നീ ഇരുന്നോ? നോമ്പില്ല വെച്ചിട്ട് അത് കാര്യമില്ല. നോമ്പില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ. നോമ്പില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? എന്റെ സുന്നത്ത് എന്താണെന്ന് അറിയോ? നോമ്പുള്ളവരെ പോലെ നമ്മൾ നടക്കണം. നോമ്പില്ലെങ്കിൽ നോമ്പുള്ളവരെ പോലെ നമ്മൾ നടക്കണം എന്നാണ് സുന്നത്ത്. വിളിച്ചോക്ക് ബാങ്കാണോ വെച്ചോ? ബാങ്ക് ശരി ശരി ശരി. അപ്പോൾ വരി, നോമ്പ് തുറക്കതാ. വരി ചക്ക ഇരിക്കി. എല്ലാവരും ഇരിക്കി. കുട്ടി ഉറങ്ങാണ് കേട്ടോ. ഇരിക്കി. ആദ്യം തന്നെ ആ നാരങ്ങ വെള്ളം കുടിച്ചപ്പോണ്ടല്ലോ നല്ല ആശ്വാസം. കാരണം വെള്ളം കിട്ടാതെ നിന്നിട്ടേക്കണം. അമ്മാതിരി ചൂടല്ലേ. എന്നാ കഴിക്കെടുത്ത് കഴിക്ക്. ഏയ് കഴിക്കടി, കഴിക്കെടുത്ത്. നോമ്പെടുത്തവരും നോമ്പെടുക്കാത്തവരൊന്നും ഇവിടെ ഇല്ല. അത് കഴിക്ക്. കഴിക്കേന്ന് എടുത്ത് കഴിക്ക്. ഒക്കെ കഴിക്കും, മുഴുവൻ കഴിക്കേ. കഴിച്ചിട്ട് നീ ചാച്ചി അതാ പടയൊക്കെ എടുത്ത് കഴിക്കും. പഴംപൊരി. ഇതാണ് കേസ് ഇവിടുത്തെ കഞ്ഞി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കഞ്ഞി ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. ഇങ്ങനത്തെ കഞ്ഞി, ഇതിനെന്താ കഞ്ഞി അറിയാം? ചീരോ കഞ്ഞിന്ന് തോന്നുന്നു. എൻ്റെ അമ്മ അറിയാം ചീരോ കഞ്ഞിന്ന്. ഇവിടെ എന്താ, ഇവിടെ നോമ്പ് കഞ്ഞി ഇത് പറയുമെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസും ഉണ്ട്. എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ ചെറുപയറും പിന്നെ കാബേജും. അതാണ് ഇവരെ ഫുഡ്. അങ്ങനെ നമ്മളെല്ലാവരും നോമ്പൊക്കെ മുറിക്കൽ കഴിഞ്ഞു, നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ സാധനങ്ങളൊക്കെ കഴിക്കും. എന്നിട്ട് നേരെ അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ മഗ്‌രിബിന് നിസ്കാരത്തിന് വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, കളാവും. അപ്പോൾ അതൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ തന്നെ എന്നാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അത് ഗൾഫിലായാലും അങ്ങനെ തന്നെ ആക്കരെ. ആദ്യം പിന്നെ അല്ല, ഗൾഫിൽ എങ്ങനെ അറിയോ? ഗൾഫിൽ ആദ്യം ചോറൊക്കെ ഉണ്ടാവും. ചോറ് കഴിച്ചിട്ടാണ് മതി. ചോറ് കഴിച്ചിട്ടാണ് അവർ നിസ്കരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഗൾഫിൽ പോയി നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഫസ്റ്റ് നിന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ഫ്രൂട്ട്സും പിന്നെ എന്താണ് ഈത്തപ്പഴവും തൈരും മോരും ചോറൊക്കെ ഒരു തട്ടയിലൊക്കെ ഉണ്ടാവും. ചോറൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ കയറുക. പക്ഷെ ഇവിടെ നേരെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വന്നത് ഇതേ കാലത്തെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ചക്കരയുടെ നാട്ടിലൊക്കെ ചോദിച്ചപ്പോൾ ഈ ഒരു സാധനം ഇല്ലാന്നാണ് പറഞ്ഞത്. ഉണ്ടല്ലേ? എന്നാൽ ഇതാണ് നമ്മുടെ നാട്ടിലെ നോമ്പ് കഞ്ഞി. അധികം നമ്മുടെ തെക്കോട്ട് പള്ളികളിലും മദ്രസകളിലും ഉണ്ടാവും, വീടുകളിലും ഉണ്ടാവും. ഇത് വീടുകളിലും എല്ലായിടത്തും വെക്കും. തരിക്കഞ്ഞി ഇവിടെ അത് മധുരമുള്ളതല്ലേ, ഇതല്ല. ഇത് ഇഞ്ചി, ജീരകം, പെരുംജീരകം, ചുക്ക്, തേങ്ങ എല്ലാ സാധനം ഇട്ട് മരുന്ന് കഞ്ഞിയാണ് ഈ സാധനം. ഇത് വിശന്നിരിക്കുമ്പോഴാണ് കുടിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോൾ ഇത് പള്ളിയിൽ കൂടെ ഉണ്ടാവും. ഇനി വീട്ടിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇനിയിപ്പോൾ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ പള്ളിയിൽ പോയാൽ പാത്രം കൊണ്ടുപോയി പള്ളിയിൽ തരും. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിലും തരും, ഞങ്ങളുടെ മദ്രസയിലും തരും. അത് അവിടെ പോയാലും തരും. അപ്പോൾ അതെ, പള്ളിയിൽ പോയി മേടിക്കാം. അപ്പോൾ ഇത് വീട്ടിൽ എല്ലാ വർഷവും ഉമ്മമായും എല്ലാവരും ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ജീരകം എല്ലാം ഇടും ഇതിൽ. അപ്പോൾ ക്യാബേജ് ഉണ്ട്, പിന്നെ പയർ ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല കേട്ടോ ഗൈസ്. പയർ എനിക്കങ്ങനെ വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ പയറത് അവിടെ ചെറുപയർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്യാബേജ് ഉപ്പേരുണ്ട്, പിന്നെ കുറച്ച് അച്ചാർ തന്നാണ് ചക്കര. ഇവിടെ അത് വേണ്ട, മറ്റേ മാങ്ങാച്ചാർ എടുത്തോണ്ടേ, പച്ച കളറ്
ആ പുളിപ്പുള്ള ആ ഡബ്ബയിലുള്ള അത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയാണ്. അപ്പോൾ ഇതിലൂടെ കഴിക്കുമ്പോൾ പാമ്പ് വിരവണിങ്ങി ആവും. ഇപ്പോഴല്ല നമുക്ക് ശരിക്കും വിശക്കുക. ഇപ്പം നമുക്ക് വളരെ കുറച്ച് കഴിക്കുള്ളൂ. ഇനി രാത്രി 10 മണിയൊക്കെ കഴിയുമ്പോൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് തന്നെ തറാവി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്താവും, ഒരു വിശപ്പ് അങ്ങോട്ട് വരാനുണ്ട്. അത് മതി, ഇതും കൂടി മിക്സാക്കി ഞാൻ കഴിച്ചോണ്ട്.